കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന RSSന്റെ പരിപാടിയിൽ കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിനെ ചൊല്ലി ഇപ്പോൾ വിവാദം പുകയുകയാണ്. എന്നാൽ ഇവർ പങ്കെടുത്തതിന്റെ പേരിൽ മോങ്ങുന്നതിന് പകരം എന്തുകൊണ്ട് ഇവർ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നതിനെക്കുറിച്ച് ആരെങ്കിലും ഇവിടെ ചിന്തിച്ചോ? നിരന്തരം തൊട്ടതിനും പിടിച്ചതിനും RSSനെ കൂകി വിളിക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഒരാൾ ഒരു RSS ഓഫീസ് കണ്ടിട്ടുണ്ടോ? മോഹൻ ഭഗവത് ഒഴികെ തന്നെ മറ്റാരെയെങ്കിലും RSS നേതാവിന്റെ പേര് എത്ര പേർക്കറിയാം? കേരളത്തിൽ ആയിരക്കണക്കിന് ശാഖകൾ പ്രവർത്തിക്കുന്നുവെന്ന് പറയുമ്പോഴും അവയിൽ ഒന്നെങ്കിലും നേരിട്ട് കണ്ടവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. രാജ്യത്ത് 100 വർഷമായി തന്നെ പ്രവർത്തിക്കുന്ന ഈ സംഘടനയെക്കുറിച്ച് പലർക്കും നേരിട്ടുള്ള ആ ഒരു അനുഭവമോ അറിവോ കുറവാണ് എന്നത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. BJPക്ക് കേന്ദ്രഭരണം പോയാൽ പോലും RSS ഇവിടെ തന്നെ ഉണ്ടാകും. RSS നിലനിൽക്കുന്നതിൽ അത്ഭുതപ്പെടുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ടാണ് സമൂഹത്തിന്റെ ആ ഒരു വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ആ ഒരു പരിപാടിയിലേക്ക് എത്തിയതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ പ്രയോജനകരമാകുക എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിലൂടെ തന്നെ കുറിച്ചിരിക്കുന്നത്. ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം വായിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. RSS പരിപാടിയിൽ കേരളത്തിലെ സർവകലാശാലയിലെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിന്റെ പേരിൽ മോങ്ങുന്നതിന് പകരം എന്തുകൊണ്ടാണ് വൈസ് ചാൻസലർമാരും ശാസ്ത്രജ്ഞന്മാരും ഉന്നത ബ്യൂറോക്രാറ്റുകളും ബിസിനസ്സുകാരും ഡോക്ടർമാരും IT പ്രൊഫഷണലിസം അതേപോലെ തന്നെ സുപ്രീം കോടതി അഭിഭാഷകരും സാമ്പത്തിക വിദഗ്ധരും റിട്ടയറായ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇപ്പോൾ RSSകാരായി മാറുന്നത് എന്നതാണ് ചിന്തിക്കേണ്ടത്. ഇന്ത്യൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്ന് തുടങ്ങി ഇന്ത്യയിലെ 17ഓളം സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരെ RSSകാരാണ്. അതായത് ഇന്ത്യൻ ഭരണം നിയന്ത്രിക്കുന്നത് RSS തന്നെയാണ്. ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ BJP ഭരണം പോയാൽ പോലും RSS പ്രത്യയശാസ്ത്രം തന്നെയായിരിക്കും കുറഞ്ഞത് അടുത്ത 50 വർഷമെങ്കിലും ഇന്ത്യ പിന്തുടരുക. അത്രമേൽ ആഴത്തിൽ സംഘപരിവാർ പ്രത്യയശാസ്ത്രം ഇന്ത്യയിൽ വേരൂന്നിയിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു RSS ഓഫീസ്? മോഹൻ ഭഗവത്തിനെ അല്ലാതെ ഏതെങ്കിലും ഒരു RS നേതാവിന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? RSSകാർ നടത്തുന്ന സമരം, പ്രക്ഷോഭം ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ 5000-ത്തിലധികം RSS ശാഖകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിൽ ഒരെണ്ണമെങ്കിലും? ആരും ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ RSS എല്ലായിടത്തും തന്നെ ഉണ്ട്. സർവ്വവ്യാപിയായി RSS ആകട്ടെ ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ ഒരു നൂറ്റാണ്ടായി തന്നെ പ്രവർത്തിക്കുന്നു. അധികാരമൊക്കെ ഈ അടുത്ത കാലത്തല്ലേ ലഭിച്ചത്? അതിനു മുൻപും ഇവിടെ RSS ഉണ്ടായിരുന്നു. RSSൽ ചേരാൻ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ നിന്ന് ഒന്നും നടക്കുന്നില്ല. അതിൽ അംഗങ്ങളായാൽ സാമ്പത്തിക നേട്ടമോ പദവികളോ ഒന്നും ലഭിക്കുകയുമില്ല. കൃത്യമായ അച്ചടക്കവും സംഘടനാ തത്വങ്ങളും പാലിച്ച് മുന്നോട്ട് പോകണം. ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്യും. പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചും ഉറങ്ങിയും അധികാരത്തിന്റെ ഒരു ശ്രേണിയിലും പങ്കുപറ്റാതെ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ തന്നെ നിസ്വാർത്ഥ സേവനം നടത്തുന്ന ലക്ഷക്കണക്കിന് സ്വയം സേവകർ ഇന്ത്യയിലുണ്ട്. ഇതൊക്കെ ആയിട്ടും RSSലോട്ട് സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആളുകൾ ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നതാണ് നിങ്ങൾ അവിടെ അന്വേഷിക്കേണ്ടത്. BJPക്ക് കേന്ദ്രഭരണം പോയാലും RSS ഇവിടെ തന്നെ ഉണ്ടാകും. 100 വർഷമായി രാജ്യസേവനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ അടിവേരുകൾ നിങ്ങൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര ആഴത്തിൽ വളർന്നു കഴിഞ്ഞു. അതിന്റെ പേരിൽ വെല്ലുവിളിയോ അഹങ്കാരമോ ഒന്നും തന്നെ ആരും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ കിടന്ന് കുരച്ചാൽ ഒന്നും അവർ മൈൻഡ് ചെയ്യുക പോലുമില്ല. അവരുടെ രീതി അങ്ങനെയല്ല. അവർ അവരുടെ പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു. നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല സതീശൻ ജി. ചില ആളുകളെ താൽക്കാലികമായി സുഖിപ്പിച്ച് നിർത്താമെന്ന് മാത്രം. അപ്പോൾ മോങ്ങേണ്ടവർക്ക് മാറിയിരുന്ന് മോങ്ങാം. പക്ഷെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതേണ്ട എന്ന് മാത്രം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.